അപ്പോൾ നമ്മുടെ കാർ പോർച്ചിലെ ടാങ്കിൽ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ കാണുന്ന ഒരു PVC സൈഫൺ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ടാങ്കിൻ്റെ സൈസ് നോക്കിയിട്ട് അളവെടുത്തിട്ടാണ് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ഈ ഒരു സൈഫൺ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് ദിവസം മുമ്പ് ഈ ടാങ്കിലെ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് റഫ് ആയിട്ടുള്ളൊരു ഡെമോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തതിന് ശേഷം കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത ഒരു ഡിസൈൻ. ഇത് ചെയ്ത സമയത്ത് ഒരു സ്റ്റാൻഡ് പോലെ ഇതിങ്ങനെ നിൽക്കാനായിട്ട് നമ്മൾ പുറകിലേക്ക് ഒരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട് ടീ ജോയിൻറ്റ് വെച്ചിട്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നമ്മൾ ടീ ജോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 4 ഹോളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം അഴുക്ക് വലിഞ്ഞു പോകാനും അതുപോലെ മീനുകൾ ഇതിൻ്റെ ഈ ഹോളുകളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് സക്ഷൻ പവർ കുറയാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ടീ ജോയിൻറ്റ് 2 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു എക്സ്റ്റൻഷൻ പുറകിൽ വെക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റാൻഡ് പോലെ ടാങ്കിലേക്ക് ഇറക്കി വെക്കാനും എടുക്കാനൊക്കെ എളുപ്പമാണ്. നമുക്ക് ഫുള്ളി ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ഈ ഒരു വർക്ക് ചെയ്യാം. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വയറിങ്ങിൻ്റെ PVC ആണ്. 25 mm ആണ് PVC പൈപ്പും അതുപോലെ തന്നെ ജോയിൻറ്റുകളും. PVC പൈപ്പ് 3 മീറ്ററിൻ്റെ ഒരു ഫുൾ ലെങ്ത് പൈപ്പായിട്ടാണ് വരുന്നത്. അതിന് 45 രൂപ എന്താണ് പ്രൈസ് വരുന്നത്. പിന്നെ ടീ ജോയിൻ്റ് ആണെങ്കിൽ 10 രൂപയും അതുപോലെ എൽബോ ആണെന്നുണ്ടെങ്കിൽ 8 രൂപയൊക്കെയാണ് പ്രൈസ് വരുന്നത്. അത്ര വലിയ വിലയൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഈ ഐറ്റംസ് വാങ്ങിയിട്ട് നമുക്ക് നമ്മുടെ ടാങ്കിൻ്റെ സൈസ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഇതുപോലുള്ള സൈഫണുകൾ ഉണ്ടാക്കാം. ഇനി മുതൽ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കുകളിലെല്ലാം വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള സൈഫണുകൾ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഹൈറ്റ് കൂടുന്തോറും വെള്ളത്തിൻ്റെ പ്രഷർ കൂടുതലായിരിക്കും. വെള്ളം കുറയും തോറും ഈ ഒരു വെള്ളത്തിൻ്റെ ഫ്ലോ കുറഞ്ഞു വരുന്നത് കാണാം. എങ്കിലും അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്. ഈസി ആയിട്ട് വെള്ളം നിറയ്ക്കാനായിട്ട് ആദ്യം ആ ഒരു എക്സ്റ്റൻഷൻ, അതായത് ആ ഒരു ടീ ജോയിൻറ്റിൻ്റെ ആ ഒരു എക്സ്റ്റൻഷൻ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് വെള്ളം നിറച്ച് സൈഫൺ വർക്ക് ചെയ്യുക. അതിനുശേഷം പിന്നെ ഈ ഒരു ജോയിൻറ്റ് കണക്ട് ചെയ്താൽ മതി. അതായത് ഈ കാണുന്ന ഈ ഒരു പ്ലസ് ഷേപ്പിലുള്ള ഈ ഒരു എക്സ്റ്റൻഷൻ പിന്നീട് എൽബോയിലേക്ക് വെള്ളം നിറച്ച് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം നിറയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ടാങ്കിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു സൈഫൺ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും ടാങ്കിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് തന്നെയാണ്. പിന്നെ അഴുക്കെല്ലാം ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് വരാനായിട്ട് നമ്മൾ ചെറിയ രീതിയിലൊന്ന് വെള്ളം അടിച്ചു കൊടുത്താൽ മതി. ചെറിയൊരു സർക്കുലേഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഈ ഒരു സെൻറ്റർ ഏരിയയിലേക്ക് വന്നോളും. അപ്പോൾ ടീ ജോയിൻറ്റിൻ്റെ 4 ഹോളുകൾ വഴി മാക്സിമം അഴുക്ക് പുറത്തേക്ക് വലിഞ്ഞു പൊക്കോളും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 ഹോളുകൾ ഉള്ളതുകൊണ്ട് തന്നെ സക്ഷൻ്റെ ആ ഒരു പവർ 4 ഹോളുകളിലേക്കും ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ മീനുകളൊക്കെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വല്ലാതെ സക്ഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ മീനുകളുടെ ശരീരത്തിന് ഡാമേജും കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. പിന്നെ ചെറിയ മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഹോൾ വഴി അകത്തേക്ക് വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ആ ഒരു ടീ ജോയിൻറ്റ് ഒരു നെറ്റ് വെച്ച് കവർ ചെയ്തിട്ട് കെട്ടി കൊടുക്കാം, അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. നെറ്റ് കെട്ടി കൊടുക്കുമ്പോൾ ചെറിയ രീതിയിൽ ഫ്ലോ കുറയാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വെള്ളം പുറത്തേക്ക് പോകുന്ന ആ ഒരു ഔട്ട്ലെറ്റ്, ആ ഒരു എൽബോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ, അതായത് ഈ ഒരു ഏരിയയിൽ നമുക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാം. ഈ ഒരു PVC പൈപ്പ് 3 മീറ്റർ നീളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെള്ളം ടാങ്കിൻ്റെ ഈ പരിസരത്ത് കളയാതെ കുറച്ച് ദൂരത്തേക്ക് തെങ്ങിൻ്റെ തടത്തിലേക്കോ കുഴിയിലേക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുക്കാം. വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിത് ഡിറ്റാച്ച് ചെയ്ത് ഇതുപോലെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ഈ കാണുന്നത് മെയിൻ സൈഫൺ പാർട്ടും മറ്റേത് എക്സ്റ്റൻഷനുമാണ്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിൻ്റെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം.